ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. ഡിഗ്രി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്നത് ഒരു സുവർണ അവസരം തന്നെയാണ് അല്ലെ. PSC പരീക്ഷകളുടെ ഒരു കാലമാണ്. പ്രധാനമായിട്ടും നോട്ടിഫിക്കേഷൻ വന്നത് ഏതൊക്കെയാ? കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, SBCID, അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടർ. ഇത്രയും പോസ്റ്റുകളാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. കൂടാതെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ കൂടി പ്രതീക്ഷിക്കാം. ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ ചെറിയ രീതിയിൽ മതിയോ? പോരാ അല്ലെ. വലിയ ഒരു രീതിയിൽ തന്നെ കൃത്യമായി സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട്, ടൈം ടേബിൾ വെച്ചുകൊണ്ട് ഓരോ ടോപ്പിക്കിനും ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രിലിംസ് പാസ്സാകാനും മെയിൻ എക്സാം എഴുതാനും പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല, എന്താണ് പഠിക്കേണ്ടത് എന്നൊന്നും ധാരണയില്ല എന്ന് തോന്നുവാണെങ്കിൽ ഇനിയും ആലോചിച്ച് സമയം കളയണ്ട. ഞങ്ങൾ ഇവിടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രിലിംസ് എക്സാം പാസ്സാകാനുള്ള കോച്ചിങ്ങും ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് മാറി വരുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് PSC പാറ്റേണുകൾക്കനുസരിച്ചും പഠിച്ച് നമുക്ക് ഈ പ്രിലിംസ് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട. ഇതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും എന്റെ സബ്ജക്റ്റിനെ കുറിച്ചൊന്ന് പറയാം അല്ലെ. എന്റെ വിഷയം എന്ന് പറയുന്നത് മലയാളമാണ്. നമുക്കറിയാം PSC പരീക്ഷകൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന 3 വിഷയങ്ങളാണ്. 1 മലയാളം, 2 ഇംഗ്ലീഷ്, 3 മാത്സ് അല്ലെ. അപ്പൊ ഈ 3 വിഷയങ്ങൾക്കും കുറച്ച് ട്രിക്കുകളും അതുപോലെ കുറച്ച് ടിപ്പുകളൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഒരിക്കലും മറന്നു പോവില്ല എന്ന് മാത്രമല്ല, റാങ്ക് ലിസ്റ്റിന് മുന്നിലെത്താൻ വേണ്ടിയിട്ട് ഈ 3 സബ്ജക്റ്റുകൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അതിൽ മലയാളത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ മലയാളത്തിന് എല്ലാ PSC പരീക്ഷകൾക്കും ഉള്ളതുപോലെ തന്നെ നമുക്ക് പഠിക്കാൻ എന്താ? പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപദം, പര്യായം, വിപരീതം, അതുപോലെ ശൈലികള്, പഴഞ്ചൊല്ലുകള്, ചേർത്തെഴുത്ത്, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുത്ത്, ഘടകപദം. ഇതൊക്കെ തന്നെയാണ് നമുക്കും പഠിക്കാനുള്ളത്. പക്ഷേ ചോദ്യത്തിന്റെ ലെവൽ എന്ത് ചെയ്യും? ഒന്നുകൂടി കൂടും അല്ലെ. അതില് നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് എന്താ? ഈ കാണുന്ന പിരിച്ചെഴുതൽ, ചേർത്തെഴുത്തൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ പിരിച്ചെഴുതുക, ചേർത്തെഴുതുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒളിഞ്ഞു നിൽക്കുന്ന മറ്റൊരു ടോപ്പിക് കൂടിയുണ്ട്. അതാണ് നമ്മുടെ സന്ധി എന്ന് പറയുന്ന ടോപ്പിക്ക്. അതുപോലെ ഘടകപദങ്ങളാക്കുക, വിഗ്രഹിച്ചെഴുതുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് സമാസം എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക് കൂടി വരാറുണ്ട്. അപ്പൊ നമുക്ക് കഴിഞ്ഞ എല്ലാ എക്സാമുകളെയും വെച്ച് നോക്കി അതിനകത്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചില പിരിച്ചെഴുത്തുകളെയും ചേർത്തെഴുത്തുകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലെ. അതാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ മെയിൻ ആയ ഉദ്ദേശം. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ച് പദങ്ങളെ പരിചയപ്പെട്ടേക്കാം. ഇതിൽ ആദ്യം നോക്കിയേ, പിരിച്ചെഴുതുക. അവൻ എന്ന് പറയുന്ന പദത്തെ പിരിച്ചെഴുതുക. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അവനെ എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാൻ പറ്റും? ആ അധികം മന്നാണോ, ആ പ്ലസ് ആനാണോ, ആ അധികം വന്നാണോ, ആ അധികം വാനാണോ? ഈ പ്ലസ് എന്ന് പറയുന്നതിനെയാണ് മലയാളത്തിലെ അധികം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എങ്ങനെയാ? അവൻ എന്നതിനെ പിരിച്ചെഴുതിയാൽ നമുക്ക് ആ അധികം മന്നാണ് അവനായിട്ട് വരുന്നത്. ഇനി അവളാണെങ്കിലോ ആ പ്ലസ് അള്ളാണ് അവളായിട്ട് വരുന്നത് അല്ലെ. ഇനി നിങ്ങളാണെങ്കിലോ എങ്ങനെ നമുക്ക് പിരിക്കാം? നിൻ പ്ലസ് കള്ളാണ് നിങ്ങളായിട്ട് വരുന്നത്. ഇനി താങ്കളാണെങ്കിലോ താൻ പ്ലസ് കള്ളാണ് താങ്കളായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ഇതുപോലുള്ള ഭാഗങ്ങള്, ഇതുപോലുള്ള പദങ്ങള് പിരിച്ചെഴുതാൻ വേണ്ടി നമ്മളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഇനി ഈ പറയുന്ന ആ പ്ലസ് അവനാണെങ്കിൽ ഇതേത് സന്ധിയാണ് എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേത് സന്ധി ആയിരിക്കും? നോക്കി വെച്ചോ, ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. പ്ലസിന് ശേഷം സ്വരം വരികയും ചേർത്തെഴുത്തിൽ
വാ വരികയും ചെയ്താൽ ഇതെന്തായിരിക്കും? ആഗമസന്ധി ആയിരിക്കും. ഒരു നിയമമാണ്, പ്ലസിന് ശേഷം സ്വരമുണ്ട്, ചേർത്തെഴുത്തിൽ വായുണ്ട്, അപ്പൊ ഇതെന്താ? ആഗമസന്ധി. ഇങ്ങനെ നമുക്കിതിനെ കണ്ടുപിടിക്കാം. ഇനി അടുത്തൊന്ന് നോക്കിയേ, നെന്മണി എന്ന പദം പിരിച്ചെഴുതുക. PSC എത്ര പാറ്റേൺ മാറി എന്ന് പറഞ്ഞാലും നമ്മളോട് ചോദിക്കുന്ന ചില ഏരിയകളുണ്ട്, അതിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുപോലെയുള്ളതാണ് നെന്മണി. നെന്മണി എങ്ങനെ പിരിക്കാം? നെൽ പ്ലസ് മണിയാണോ, നെന്മ പ്ലസ് മണിയാണോ, നെല് പ്ലസ് മണിയാണോ, നെൻ പ്ലസ് മണിയാണോ? എങ്ങനെ പിരിക്കാം? നെല് പ്ലസ് മണിയാണ് നെന്മണി കേട്ടോ. നെല് പ്ലസ് മണിയാണ് നെന്മണി. ഇതേത് സന്ധിയാന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളായിട്ട് ഓർത്ത് വെച്ചോ. പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ, അനുസാരം എന്ന് പറഞ്ഞാല് ചിഹ്നം, അനുസാരമോ വിസർഗമോ വരികയും ചേർത്തെഴുത്തിൽ അവ കാണാതിരിക്കുകയും ചെയ്താൽ അതെന്തായിരിക്കും? ആദേശസന്ധിയാണ്. ആദേശസന്ധിയായിരിക്കും. നോക്കിക്കേ, പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമുണ്ട്, ചേർത്തെഴുത്തിൽ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് ആദേശസന്ധി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സന്ധി കണ്ടുപിടിക്കുന്നത്. then അടുത്ത നോക്കാം, ചേർത്തെഴുതുക. ദുജനം എന്ന് പറയുന്നത് ചേർത്തെഴുത്തിയാല് ദുർജനം, ദുർജനം, ദുജനം, ദുജനം. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ദുർജനം, എ ആണ് വരുന്നത്. ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ നിയമം നോക്കാം. പ്ലസിന് മുമ്പ് വിസർഗമുണ്ട്, ചേർത്തെഴുത്തിൽ അത് കാണാനില്ല. സോ ഇതെന്താണ്? ആദേശസന്ധിയാണ്. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതേപോലെ മനസാക്ഷി എങ്ങനെ പിരിക്കാം നമുക്ക്? മനസാക്ഷി എന്നറിയാമോ? നോക്കിക്കേ, മനസാക്ഷി, മനഃ സാക്ഷി, മാറ്റം ഒന്നും വന്നിട്ടില്ല. എന്ത് ചെയ്തു? ഒരേപോലെ തന്നെ. ഇവിടത്തെ മനയുണ്ട്, ഇവിടത്തെ സായുണ്ട്, പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, ഒരു സ ഇരട്ടിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് ദ്വിത്വസന്ധി എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത നോക്കിയേ, അദ്ദേഹം എങ്ങനെ പിരിക്കാം? അദ്ദേഹത്തെ ആ പ്ലസ് ദേഹമാണ് അദ്ദേഹമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെയും നോക്കാം, ഒരു മാറ്റവും വന്നിട്ടില്ല, ഒന്നുകൂടി കൂടിയിട്ടുണ്ട് അല്ലെ, ഒന്നുകൂടി ഇരട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതും ദ്വിത്വം. ഇനി കയ്യാമം എങ്ങനെ നമുക്ക് പിരിക്കാം? കൈ പ്ലസ് ആമമാണ്. പ്ലസിന് ശേഷം സ്വരമുണ്ട്, ചേർത്തെഴുത്തിൽ യായുണ്ട്, അതുകൊണ്ട് ഇതെന്താ? ആഗമസന്ധി. അപ്പൊ അടുത്തത് നോക്കിക്കേ, കേട്ടു. കേട്ടു എങ്ങനെ നമുക്ക് പിരിക്കാം? കേൾ പ്ലസ് തൂ ആണ് കേട്ടു. ഇവിടെ നമ്മുടെ നിയമമുണ്ട്, പ്ലസിന് മുമ്പ് ചില്ലക്ഷരമുണ്ട്, ചേർത്തെഴുത്തിൽ കാണുന്നില്ല, ആദേശസന്ധി ആയിരിക്കും. മരത്തിൽ എങ്ങനെ പിരിക്കാം? മരം പ്ലസ് ഇല്ലാണ് മരത്തിലാവുന്നത്. അപ്പൊ ഇവിടെയും ആരുണ്ട്? പ്ലസിന് മുമ്പ് അനുസാരമുണ്ട്, ചേർത്തെഴുത്തിൽ കാണാനില്ല. അപ്പൊ ഇത് ആദേശസന്ധി. അപ്പൊ ഒരു വർണ്ണം ഇരട്ടിക്കുന്നതാണെങ്കിൽ ദ്വിത്വമാണ്, ഒന്ന് കുറഞ്ഞാത് ലോപാണ്. ഈ പ്ലസിന് ശേഷം ആ വരുന്നു, ചേർത്തെഴുത്തിൽ യാവ വന്നാൽ ആഗമാണ്. പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനം, അനുസാരം, വിസർഗം, ചില്ലക്ഷരം വരികയും ചേർത്തെഴുത്തിൽ അവ കാണാതിരിക്കുകയും ചെയ്താൽ അതെന്തായിരിക്കും? ആദേശസന്ധിയാണ്. ഇനി അടുത്തത് നോക്കിക്കേ, ആയുർവേദം എങ്ങനെ പിരിക്കാം? ആയുർവേദം ആയുസ് അധികം വേദമാണ്, ആയുർവേദം. then നോക്കിയേ, ധനത്താൽ എങ്ങനെ പിരിക്കാം? ധനം അധികം ആലാണ് ധനത്താൽ വരുന്നത്. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, കാരണം എന്താ? ഇതൊക്കെ വരുന്നത് ആദേശമാണ്. ഇനി മനസാക്ഷി. മനസാക്ഷി എങ്ങനെ പിരിക്കുന്നത് നോക്കിയേ, മനഃ സാക്ഷി അല്ലെ, മനസാക്ഷി. ഇനി കലവറ. കലവറ, കലം പ്ലസ് അറ. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരാം, പ്ലസിന് ശേഷം ആയുണ്ട്, ചേർത്തെഴുത്തിൽ വായുണ്ട്, അപ്പൊ ഇത് ആഗമമല്ലേ? അങ്ങനെ ചിന്തിക്കരുത്. കാരണം പ്ലസിന് മുമ്പ് അനുസാരത്തെ ചേർത്തെഴുത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോ പുതിയതായിട്ട് ഒരാൾ കൂടി കൂടിച്ചേർന്നതാണ് ആഗമം. ഇവിടെ എന്താ? ഒരാള് പൂർണ്ണമായിട്ടും പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആദേശസന്ധിയാണ്. ഇനി നോക്കി അടുത്തത് സദാചാരം. നമ്മൾ
നമ്മൾ കേട്ട വാക്കാണ് അല്ലെ, സദാചാരം. എങ്ങനെ ഇതിനെ നമുക്ക് പിരിക്കാം? സത്ത് അധികം ആചാരമാണ് സദാചാരം. ഇനി ശിരച്ഛേദം. ശിരച്ഛേദമാണെങ്കിലോ ശിരസിനെ ഛേദിക്കുക, ശിരച്ഛേദം. സമീക്ഷ എങ്ങനെ പിരിക്കാം? സമീക്ഷ. അതുപോലെ ഹൃദ്വികാരം അല്ലെ, ഹൃത്ത് അധികം വികാരം, ഹൃദ്വികാരം. അതുപോലെ ഋഗ്വേദം എങ്ങനെ പിരിക്കാം? ഋഗ് അധികം വേദമാണ് ഋഗ്വേദമായിട്ട് വരുന്നത്. വാങ്മയം എങ്ങനെ പിരിക്കാം? വാക്ക് അധികം അല്ലെങ്കിൽ പ്ലസ്, വാക്ക് പ്ലസ് മയമാണ് വാങ്മയമായിട്ട് വരുന്നത്. വിണ്ടലം, വിൺ പ്ലസ് തലമാണ് വിണ്ടലമായിട്ട് വരുന്നത്. ഇതൊക്കെ നമ്മുടെ പരീക്ഷയ്ക്ക് കാണുന്ന വാക്കുകളാണ്. ഇനി അതുപോലെ അടുത്ത നോക്കിക്കേ, ആയുസ് വേദം നമ്മൾ പറഞ്ഞു, ആയുർവേദം. ഉദ്ഘാടനം എന്ന് പറയുന്നത് ഉത് അധികം ഘാടനമാണ് ഉദ്ഘാടനമായിട്ട് വരുന്നത്. ഇനി ഈ വെഞ്ചാമരത്തെ എങ്ങനെയാ നമ്മൾ വിരിക്കുന്നത്? വെണ്ണധികം ചാമരമാണ് വെഞ്ചാമരം. സന്യാസമാണെങ്കിലോ സന്യാസത്തെ നോക്കിയേ, സമ്മധികം ന്യാസമാണ് സന്യാസം. ഇനിയോ മൺചട്ടി. മൺചട്ടി നമ്മൾ എങ്ങനെ പിരിക്കും? മണ്ണധികം ചട്ടി മൺചട്ടി. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടത്തെ ചാ ഇരട്ടിച്ചിട്ടുണ്ട്, ദ്വിത്വസന്ധി. പെറ്റമ്മ, പെറ്റ അധികം അമ്മയാണ് പെറ്റമ്മ അല്ലെ. ഇവിടെ നമുക്കൊരു എളുപ്പ വഴി, ഒന്ന് എണ്ണി നോക്കിയേ. 1 2 3. ഇവിടെ 3 അക്ഷരേ ഉള്ളൂ. ഇവിടെ എണ്ണി നോക്കാം. 1 2 3 4. 4 അക്ഷരം വരുന്നുണ്ട്. അപ്പൊ പിരിച്ചെഴുതുമ്പോ 4, ചേർത്തെഴുത്തിൽ 3. അപ്പൊ ഒന്ന് കുറഞ്ഞത് കൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ലോഭസന്ധിയാണ്, ലോഭം. ഇനി തിറയാട്ടം. തിറ അധികമാട്ടം, പ്ലസിന് ശേഷം സ്വരമുണ്ട്, ചേർത്തെഴുത്തിൽ ആയുണ്ട്, ആഗമസന്ധി. അടുത്തത് കന്മദം. കന്മദം ശരിക്കും എഴുതുന്നത് എങ്ങനെയാണെന്നറിയോ? കല് ആണ് കേട്ടോ. കല് അധികം മതമാണ് കന്മദം. ഇതാണ് കറക്റ്റ്. ഇനി ഇത് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് കൽമതത്തെ പറയാം. അപ്പൊ കല് പ്ലസ് മതമാണ് കന്മദം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു 30-35ഓളം പിരിച്ചെഴുത്തും ചേർത്തെഴുത്തുകളാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെയാണ് സന്ധി നിർണ്ണയിക്കേണ്ടത് എന്ന ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആഗമസന്ധിയും ആദേശസന്ധിയും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇങ്ങനെ വീഡിയോകൾ കിട്ടണമെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിലെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വീണ്ടും വീഡിയോയുമായിട്ട് കാണാം. താങ്ക്